മയ, കുയി, പുയ, അയക് എന്നൊക്കെ മുതിർന്ന ആളുകൾ പോലും പറയുന്നത് കഴിഞ്ഞ 10 കൊല്ലമായിട്ട് നമ്മളുടെ പൊതുവിദ്യാലയത്തിൽ പഠിച്ചു വന്നതുകൊണ്ടാണോ? ബാലാവകാശ കമ്മീഷൻ കേസെടുത്ത് ജയിലിലടക്കട്ടെ, ഞാനത് സ്വീകരിക്കും. ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ പറഞ്ഞു കൊടുത്തത് മോശമായി പോയി, അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല എന്നതാണ് തീരുമാനമെങ്കിൽ ആ തീരുമാനം അനുസരിക്കാൻ ഞാൻ ഒരുക്കമാണ്. ഈ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ കഴിഞ്ഞ 10 കൊല്ലം പഠിച്ച കുട്ടി ആണോ, അല്ലെങ്കിൽ അത് പഠിച്ചു എന്നുള്ളത് കൊണ്ടാണോ കേരളം എന്ന് എഴുതാൻ പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ എന്ന് എഴുതിയപ്പോൾ കാരളം എന്നായത്? ഈ കഴിഞ്ഞ 10 കൊല്ലം പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷം സ്കൂൾ പഠിച്ച ആളാണോ കേരളം എന്ന് എഴുതിയപ്പോൾ കാരളം എന്നായത്? അതുപോലെ തന്നെ 9332 എന്നുള്ളതിന് പകരം 9332 എന്ന് പറഞ്ഞ ആള് ഈ കഴിഞ്ഞ 10 കൊല്ലം നമ്മളുടെ ഏതെങ്കിലും ഒരു സ്കൂളിൽ പഠിച്ചു വന്ന കുട്ടിയാണോ? 910 എന്ന് പറയേണ്ടതിന് പകരം 910 എന്ന് നിയമസഭയിൽ പറഞ്ഞ വ്യക്തി ഈ കഴിഞ്ഞ 10 കൊല്ലം നമ്മളുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പഠിച്ചു വന്നതാണോ? 15/5/2026 എന്ന ഡേറ്റ് നമ്മളാരെങ്കിലും അക്കത്തിൽ പറയാറുണ്ടോ? $15,50,000 അല്ലെങ്കിൽ 52,000 എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ടോ? അങ്ങനെ പറഞ്ഞ ആള് ഈ കഴിഞ്ഞ 10 കൊല്ലം നമ്മളുടെ പൊതുവിദ്യാലയത്തിൽ പഠിച്ചു വന്ന കുട്ടിയായി അതുകൊണ്ടാണോ? മയ, കുയി, പുയ, അയക് എന്നൊക്കെ മുതിർന്ന ആളുകൾ പോലും പറയുന്നത് കഴിഞ്ഞ 10 കൊല്ലമായിട്ട് നമ്മളുടെ പൊതുവിദ്യാലയത്തിൽ പഠിച്ചു വന്നതുകൊണ്ടാണോ? അന്ന് യഥാർത്ഥത്തിൽ ഇവർക്കൊന്നും നമ്മളെപ്പോലെ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ ഒരാളുണ്ടായില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പറയണത്, അല്ലെങ്കിൽ അവരിങ്ങനെ പറയില്ല. അപ്പോ ബാലാവകാശ കമ്മീഷൻ കേസെടുക്കുമെന്ന് പറയുന്നു, ഞാനതിനെ സ്വാഗതം ചെയ്യാം. ഇക്കാര്യത്തിൽ ഞാനൊരു മുൻകൂർ ജാമ്യത്തിന് പോലും പോകില്ല. ബാലാവകാശ കമ്മീഷൻ കേസെടുത്ത് ജയിലിലടക്കട്ടെ, ഞാനത് സ്വീകരിക്കും. കുട്ടികൾക്ക് ഇങ്ങനെ ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ പറഞ്ഞു കൊടുത്തത് മോശമായി പോയി, അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല എന്നതാണ് തീരുമാനമെങ്കിൽ ആ തീരുമാനം അനുസരിക്കാൻ ഞാൻ ഒരുക്കമാണ്. സത്യത്തിൽ എനിക്കെതിരെ കേസെടുക്കുമെന്ന് പറഞ്ഞ ബിന്ദു കൃഷ്ണയ്ക്കെതിരെയല്ലേ ആദ്യം കേസെടുക്കേണ്ടത്? അവരല്ലേ ഒരു അംഗനവാടി കുട്ടിയുടെ പറഞ്ഞതിനെ കുറിച്ച് പറഞ്ഞ് അതൊരു വലിയ വിവാദത്തായത്. ആ കുട്ടി തന്നെയാണ് പിന്നെ അത് കറക്റ്റ് ചെയ്തത്. അപ്പൊ ഇതിനെയൊക്കെ രാഷ്ട്രീയമായിട്ട് കാണുന്നതിന് പകരം ഇതിനെ ഒരു ബ്രോഡ് ക്യാൻവാസിൽ കാണാൻ വേണ്ടി ശ്രമിക്കണം. മന്ത്രിമാരായിട്ടുള്ള ബിന്ദു കൃഷ്ണയോ അല്ലെങ്കിൽ ഷംസുദ്ദീനോ ഒന്നും അധ്യാപകരായിട്ട് പൊതുപ്രവർത്തനത്തിലേക്ക് വന്നതല്ല. അപ്പം അധ്യാപകരായിട്ട് പൊതുപ്രവർത്തനത്തിലേക്ക് വന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏകപക്ഷീയമായ പ്രസംഗങ്ങൾ നടത്തി പോവുക എന്നതിന് പകരം കുട്ടികളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്ത് പോകും. അത് സ്വാഭാവികമാണ്. അതിൽ ഒരപമാനവും ഇന്നുവരെ ഒരാൾക്കും തോന്നിയതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എന്തു ചെയ്യും? അങ്ങനെ പിന്നീട് ചെയ്യില്ലല്ലോ. അതിൽ പങ്കെടുത്ത ഏതെങ്കിലും കുട്ടികൾക്ക്, ഏതെങ്കിലും രക്ഷിതാക്കൾക്ക് മാനഹാനിയായി, അപമാനമായി അത് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർ പറയുകയാണെങ്കിൽ മാത്രമല്ലേ ക്ഷമാപണത്തിൻ്റെ ആവശ്യവും മാപ്പിൻ്റെ ആവശ്യവും ഒക്കെ വരുന്നുള്ളൂ. അതവർ പറയട്ടെ, നിങ്ങൾ അവരോടും ചോദിക്കുക. എന്നിട്ട് ആ കുട്ടികൾക്കോ രക്ഷിതാക്കൾക്കോ എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരത് പറഞ്ഞാൽ അതിനെക്കുറിച്ചിട്ട് ആലോചിക്കാം. എനിക്കതിൽ ആ കാര്യത്തിൽ ഒരു വാശിയുമില്ല. ഇതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. നമ്മളുടെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ശക്തിയാണ്
അവിടെയും എനിക്ക് ബോധ്യപ്പെട്ടത്. എനിക്കുറപ്പാണ് മറ്റേതൊരു അൺഎയ്ഡഡ് വിദ്യാലയത്തിൽ പോയി ചോദിച്ചാലും ഇത്രയും കുട്ടികളിൽ ഏതാണ്ട് എല്ലാ കുട്ടികളും തന്നെ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പ്രാപ്തമായതുപോലെ പ്രാപ്തമാകുന്നവരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.